മധു എന്താ വരാത്തത്? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ അച്ഛാ. ഞാനും അത് ആലോചിക്കായിരുന്നു. ഇന്നലെ ഇറങ്ങിയപ്പോൾ മായ വഴക്കിട്ടത് കൊണ്ടാണ് താമസിച്ചതെന്നാ പറഞ്ഞത്. ഇന്നും അത് തന്നെ സംഭവിച്ചിരിക്കും. എനിക്കെന്തോ വല്ലാത്തൊരു തോന്നല്. മധുവിനെന്തോ ആപത്ത് സംഭവിച്ചതുപോലെ. അച്ഛനൊന്ന് ധ്യാനിച്ചാൽ അറിയാൻ സാധിക്കില്ലേ? ഞാൻ നോക്കട്ടെ. ഇതാരുടെ വീടാ? മധുവിനെയും കൊണ്ടുപോയ പെണ്ണാരാ? അകത്ത് പോയി നോക്കാം. ഇവളാണ് ആദിത്യന്റെ കാമുകി മധുമിത അല്ലേ? അതെ. ഇവളെ തിരക്കി ആദിത്യം വരും. പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്നത് മറ്റൊരാളാ. മധുമിതയുടെ മുറച്ചെറുക്കൻ. നിങ്ങളൊക്കെ ആരാ? എന്തിനാ മധുവിനെ പിടിച്ചോണ്ട് വന്നേ? ഇവരെ ഇവിടെ നിന്ന് മാറ്റണം. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതുവരെ ഇവരെ ഇവിടുത്തെ മുറിയിൽ അടച്ചിടണം. ഇവരെ തേടി ആളുകൾ വരും. നമുക്ക് വേണ്ടവരെല്ലാം മധുമിതയെ തേടിയെത്തും. നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി. എന്താ അച്ഛാ? എന്താ സംഭവിച്ചത്? കാര്യം പറയാച്ചാ. മധുവിന് എന്താ സംഭവിച്ചത്? മായൻ മധുമിതയെ പിടിച്ചു. ഇപ്പൊ അവൾ മായന്റെ തടവിലാണ്. കണ്ടോ ഇപ്പൊ എന്തായി? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇത് അപകടമാണെന്ന്, അവളെ ഇതിലേക്ക് വലിച്ചഴിക്കരുതെന്ന്.
ഇനി മധുമന്ദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? അച്ഛൻ്റെ ഈ നിലവറയും മന്ത്രവാദവും ഒക്കെ ഇടിച്ച് നിരത്തണം. ഇനി നോക്കി നിൽക്കാതെ എന്നെ മോചിപ്പിക്കുക. ഞാൻ അവളുടെ അടുത്തേക്ക് പോകാം. നിനക്ക് എന്ത് ചെയ്യാനാകും? എനിക്കൊന്നും ചെയ്യാനാവില്ലെങ്കിലും എനിക്ക് മധുവിനോട് സംസാരിക്കാലോ. അവള് പേടിച്ചിരിക്കുകയായിരിക്കും. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാലോ. അല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നോണ്ട് എന്ത് കാര്യം? നിന്നെ പിടിക്കാൻ വേണ്ടിയാ മായൻ മധുമിതയെ തടവിലാക്കിയത്. അത് മനസ്സിലാക്കാതെ നീ സ്വയം അവിടേക്ക് ചെന്ന് കയറാമെന്നാണോ പറയുന്നത്? അയാൾ എന്നെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മായൻ നിന്നെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ എന്നല്ല, അയാൾ നിനക്കുള്ള കെണി ഒരുക്കി കാത്തിരിക്കുകയാണ്. നീ ആ ഭാഗത്ത് എവിടെ ചെന്നാലും കെണിയിലാവും. അയാളുടെ കണ്ണു വെട്ടിക്കാനുള്ള ശക്തി നിനക്കില്ല ആദിത്യ. അച്ഛൻ അയാളെ വെറുതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും മധുവിനെ രക്ഷിക്കാൻ നോക്കൂ. നമുക്കാർക്കും അവിടെ കയറാൻ പറ്റില്ല. മധുമിത സ്വയം രക്ഷപ്പെടുകയേ നിവൃത്തിയുള്ളൂ. അല്ല, അവൾ എങ്ങനെ സ്വയം രക്ഷപ്പെടും? അച്ഛന് പോലും കയറാൻ പറ്റാത്ത സ്ഥലമാണെന്നല്ലേ പറഞ്ഞേ? മധുമിത കാവുങ്കലയാണ്. കാവുങ്കലമ്മയുടെ അനുഗ്രഹം അവൾക്ക് എപ്പോഴും ഉണ്ടാകും. പിന്നെ ഗുരുനാഥനായ മുത്തശ്ശൻ വഴികാട്ടും. ഈ ഇല്ലാത്ത ആൾക്കാരൊക്കെ വഴി കാണിക്കുമെന്ന് പറഞ്ഞ് എനിക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അച്ഛൻ എന്നെ മോചിപ്പിക്കണം. ആദിത്യ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ. ഞാൻ അന്ന് ചെയ്തതുപോലെ നിന്റെ ആത്മാവിനെ സ്തംഭനം ചെയ്ത് നിർത്തണോ? നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല. നീ കാവുങ്കലമ്മയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. നീയും ആ കുടുംബത്തിലെ കണ്ണി തന്നെയാണ്. ആ, എന്താ നോക്കിയിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്തോ ഉണ്ട്. എന്താ കാര്യന്ന് പറ. മധു ഇതുവരെ വന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അവളെ വിടരുതെന്ന്, കേട്ടില്ല. ഇപ്പൊ ഇരുന്ന് വിഷമിച്ചോ? അങ്ങനെയല്ല മായേ, അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആപത്തോ? അതെ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ആ മുത്തശ്ശി. ഞാനൊന്ന് മിതുവേട്ടനെ വിളിച്ചു നോക്കട്ടെ. മിതുവേട്ടന്റെ ഫോൺ ഓഫാണല്ലോ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എവിടെ പോയി അന്വേഷിക്കും? നമുക്ക് ആ സി ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? അയാളുടെ നമ്പർ കയ്യിലുണ്ടോ? നമ്പർ എൻ്റെ കയ്യിലില്ല. നമുക്ക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെടുക്കാം. സ്റ്റേഷനിലെ നമ്പർ ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും. ആ, എങ്കിൽ നീ ഒന്ന് വിളിക്ക്. ശരി. ഈ പിള്ളേരൊക്കെ എന്നതൊക്കെ ചെയ്ത ഈ ലൈക്കും കമന്റും മേടിക്കുന്നത് സാധ്യ തോലിക്കട്ടി തന്നെ. ഹലോ ഹലോ സാർ, ഞാൻ മായയാ. ആ, മായ മധുമിതയുടെ കസിൻ അല്ലയോ? അതെ സാർ. ആ, എന്നാ മായ മോളെ ഈ സമയത്ത്? സാർ, മധുമിത ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയതാ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അതിന് ആ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചാ പോരെ? ഏയ്, ഏത് കൂട്ടുകാരിയാണെന്നോ അവരുടെ നമ്പർ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. കൊച്ചു പേടിക്കണ്ട, ഞാൻ അന്വേഷിക്കാം കേട്ടോ. മധുമിത അങ്ങ് വന്നോളും. ചേട്ടനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആരെ, മിഥുനെയോ? അതെ സാർ. ഇനിയിപ്പോ രണ്ടുപേരും കൂടെ മുങ്ങിയതാണോ? അല്ല സാർ, ഏട്ടൻ മധുവിനെ നോക്കി കാലത്തെ പോയിരുന്നു.
ഓ ശരി ശരി, എന്നതായാലും നമുക്ക് അന്വേഷിക്കാം കേട്ടോ. മായമോള് പേടിക്കണ്ട. ശരി ശരി സാർ, ഓക്കെ. അവരന്വേഷിക്കുന്നു പറഞ്ഞു മുത്തശ്ശി. ഇവളിത് എവിടെ പോയി? ചിലപ്പോ ഫോൺ ഓഫായി. ആ സാർ, എന്ത് സാർ, ടി വി എടുത്തോ? ആ ഓക്കെ ഓക്കെ സാർ, ഞാൻ എന്താ വന്നു വണ്ടി എടുത്തു. ശരി സാർ. ഇതേ ഇവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചേരാം. അതാ ടൗണിൽ ടി വി എടുത്തോണ്ടോ. അമ്മേ, ദേവി, കാവുങ്കലമ്മേ, എങ്ങനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും? എന്തായി സാർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഇന്നലെ ടൗണിലൊരു തീപിടുത്തം ഉണ്ടായി. എല്ലാവരും അതിന്റെ പിന്നാലെ ആയിരുന്നു. കാണാതായിട്ടൊരു രാത്രി കഴിഞ്ഞു. പ്രായമായൊരു പെൺകുട്ടിയല്ലേ സാർ, മനസ്സിനൊരു സമാധാനവും ഇല്ല. മധുമതിയുടെ അച്ഛനെയും അമ്മയും വിവരം അറിയിച്ചായിരുന്നു? ഇല്ല സാർ, അവരമേരിക്കയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ വിളിച്ചു പറഞ്ഞ് അവരെ കൂടെ വിഷമത്തിലാക്കാന്നല്ലാതെ എന്ത് പ്രയോജനം? എന്നെ സംഭവിച്ചെന്നൊന്ന് വ്യക്തമായിട്ട് പറയാവോ? മെനഞ്ഞാന്ന് മധു ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് രാത്രിയാ തിരികെ വന്നത്. അത് ഞാൻ ചോദിച്ച് ചെറിയൊരു വഴക്കായി. ഇന്നലെ വീണ്ടും പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ ഉടക്കായി. പിന്നെ മുത്തശ്ശി അവളെ പറഞ്ഞു വിടുമായിരുന്നു. അവള് പോയത് ഞാൻ മിഥുൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഥുൻ ചേട്ടൻ അവളുടെ പിന്നാലെ പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇന്നലെ രാത്രി മുതൽ രണ്ടുപേരെ ഫോണിൽ കിട്ടുന്നില്ല. രണ്ടുപേരും അവസാനം ഉപയോഗിച്ച നമ്പർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാമോ? ആ കിട്ടി. ആ ഹലോ, ഞാനേ 2 നമ്പർ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലാസ്റ്റ് ലൊക്കേഷൻ എനിക്കൊന്ന് കിട്ടണം. ഓക്കെ, അയച്ചാൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. ഉടനെ ലൊക്കേഷൻ കിട്ടും, നമുക്ക് നോക്കാം.
ഇവരെന്തിനാ മധുമിതയെ പിടിച്ചോണ്ട് വന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നേ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെ ഒന്ന് രക്ഷപ്പെടുക? ഹലോ. ആ ഓക്കെ, ഞാൻ നോക്കാം. ആ അഡ്രസ് കൂടെ അയച്ചേക്കണേ. ഓക്കെ. ആ ഹലോ ശരത്തെ, ഞാനൊരു ലൊക്കേഷൻ സെൻഡ് ചെയ്യാം, അവിടെ നിന്ന് പോയി നോക്കണേ. ശരത്ത് ഇപ്പോൾ എവിടാ? ആ ഗുഡ്, അതിൻ്റെ തൊട്ടടുത്താ. ഓക്കെ, എന്നെ ഉടനെ വിളിച്ചേക്കണേ. ആ മധുമിതയുടെ ഫോൺ റോഡിൽ വെച്ച് ഓഫായിരിക്കുന്നേ. പക്ഷേ മിഥുൻ്റെ ഫോൺ ടൗണിന് വെളിയിലുള്ളൊരു ഒഴിഞ്ഞ വീട്ടിൽ. ADN Gold TV, ഏഷ്യാനെറ്റ് ഡിജിറ്റൽ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ 109.